നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വന്നുള്ളത് തൃപ്പയാറ് ഏകാദശി സ്ഥലത്താണ്. അവിടുത്തെ മനോഹര കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഏകാദശി തുടങ്ങുന്നതിന് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ലൊരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മളിവിടെ കാണുന്നത് ഈ ഏകാദശിക്ക് നമ്മൾ കടകൾ കാണില്ലേ, ഈ റോഡ് സൈഡിൽ മുഴുവൻ, അത് അവിടെ വയ്ക്കുന്നതിനുള്ള ലേലം നടക്കണം. അത് പഞ്ചായത്ത് ഓരോ മീറ്റർ കണക്കിന് ആദ്യമേ അളന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇത്ര മീറ്ററിന് അളവ് പറഞ്ഞതിന് ശേഷം അത് ലേലം ചെയ്യാണ്. വാശിയേറിയ ലേലമായിരിക്കും. അതിനുശേഷമാണ് ഈ സ്ഥലങ്ങൾ ഓരോ കച്ചവടക്കാരും കരസ്ഥമാക്കുന്നത്. ഇപ്പം ആ ലേലം ചെയ്ത് കിട്ടിയ സ്ഥലത്ത് ഓരോ കടക്കാരും അവിടെ സാധനങ്ങൾ കൊണ്ടിറക്കി ഓരോന്ന് ചെയ്തു തുടങ്ങി. കാരണം നല്ലൊരു എമൗണ്ടിനാണ് ഇവിടെ ലേലം കൊള്ളുന്നത്. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ വലിയൊരു തയ്യാറെടുപ്പ് തുടങ്ങി. ഇനിയിപ്പോൾ ഏകാദശിക്കുള്ള ദിവസങ്ങൾ കാത്തിരിക്കുകയാണ്. ആഴ്ചകൾക്ക് മുമ്പേ ഇവിടെ ഈ ഹാളിൽ പരിപാടികൾ തുടങ്ങും. കച്ചേരികളായിട്ടും നൃത്തങ്ങളായിട്ടും നല്ല രസമാണ്. ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഒരുപാട് പേര് ഇവിടെ വന്ന് എത്തിച്ചു. അങ്ങനെ ഏകാദശിയുടെ പ്രധാന ഐറ്റംസായ കരിമ്പ് വണ്ടി എത്തി. പിന്നെ അതേപോലെ തന്നെ കച്ചവടക്കാരൊക്കെ ഒരുവിധമൊക്കെ തയ്യാറായി. ഈ കറങ്ങുന്ന ഈ യന്ത്രൂഞ്ഞാല്, അതേപോലെ തന്നെ വഞ്ചി, അങ്ങനെയുള്ള വ്യത്യസ്ത ഐറ്റംസുകളൊക്കെ ഇവിടെ ട്രയൽ നോക്കി തുടങ്ങി. ഇന്ന് വിളക്കിൻ്റെ ദിവസമാണ്. അപ്പോൾ അതിൻ്റെ സമയമായി തുടങ്ങി. വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരുപാട് ആളുകളോട് എത്തിച്ചേരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ കച്ചവടക്കാരും വേഗം തന്നെ തയ്യാറാക്കാണ്. അത്
ഇടംപേറ്റിയിരുന്ന പാമ്പാടി ചന്ദ്രശേഖരനാണ്. അതിപ്പോൾ അത് കഴിഞ്ഞ് പ്രദക്ഷിണം കഴിഞ്ഞ് ഇപ്പോൾ അതൊക്കെ ചമയങ്ങളൊക്കെ ഊരാണ്. ഇതിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ദീപാലങ്കാരങ്ങൾ കൊണ്ട് നിറച്ചിട്ടുണ്ട്. ശരിക്കും ഈ മുൻഭാഗത്തൊക്കെ നിന്നിട്ട് പുഴയോട് ചേർന്നുള്ള ഭാഗത്ത് നിന്ന് കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണത്. അക്കരെ നോക്കിയാലും ഇവിടെ നിന്ന് നോക്കിയാലും അത് ശരിക്കും നേരിട്ട് നമ്മൾ കാണണത് അത്രയും മനോഹരമാണ് ഇവിടെ. ഇവിടെ അതേപോലെ തന്നെ ഈ ഭജൻസ് നടക്കുന്നുണ്ട്. നല്ല നല്ല ഭജൻസുകളായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏകാദശിയിലെ കാഴ്ചയാണ്, രാത്രിയിലെ കാഴ്ചകൾ. ഇത് വിളക്കിൻ്റെ അന്നത്തെയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ കാണിക്കുന്നത് ഏകാദശി അന്ന് രാത്രിയിലത്തെയാണ്. അത് എന്താ പറയുക, ഒരു നഷ്ടം ഉണ്ടാവില്ല നമ്മൾ കണ്ടിരുന്നാൽ. കാരണം ഇത്രയും ഡീറ്റെയിൽസ് വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ തുടക്കം മുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണുന്നത്. मुंबई लोट भारी 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 रेगुलर माल मलाई അതിലിനി വോയിസ് കൊടുക്കണതിൽ അത്ര പ്രാധാന്യമില്ല. കാരണം ഇതേപോലെ കലവല വെച്ചുകൊണ്ട് തന്നെ നമ്മളിത് കാണണം. കാരണം അത് അങ്ങനെയാണ് ഇത്തരം തിരക്കുള്ള വീഡിയോകൾ കണ്ടാൽ രസം ഉണ്ടാവുള്ളൂ.
ஆடுவதும் பாடுவதும் உன்னைத்தானா மங்களதாயகனே சரணமையப்பா சர்வ மங்களதாயகனே சரணமையப்பா சுவாமி பொன்னையப்பா சரணம் பொன்னையப்பா மங்களதாயகனே சரணமையப்பா சர்வ மங்களதாயகனே சரணமையப்பா வில்லாளி வீரன் என்னும் வீரமணி கந்தன் என்னும் பூலோகர் பாடுவதும் உன்னைத்தானா பாடுவதும் பாடுவதும் உன்னைத்தானா மங்களதாயகனே சரணமையப்பா சர்வ மங்களதாயகனே சரணமையப்பா சுவாமி பொன்னையப்பா சரணம் பொன்னையப்பா മംഗളദായകനേ. അമ്പലത്തിനകത്ത് 2 ടീം ഭജന സംഘത്തിന് ഇനി കാണാൻ കഴിഞ്ഞത്. അത് 2 കൂട്ടരും നന്നായി തന്നെ ചെയ്തിട്ടുണ്ടത്. അവിടെ ഒരുപാട് ജനങ്ങൾ അതിന് ചുറ്റും കൂടി ഇത് ആസ്വദിക്കാൻ നിന്നിരുന്നു. പക്ഷെ പുറത്തെ തിരക്ക് നോക്കുമ്പോൾ ഇവിടെ ഒന്നുമല്ല. പുറത്തെന്ന് പറഞ്ഞെങ്കിൽ തിങ്ങി നിറഞ്ഞായിരുന്നു. അത്രയും ജനങ്ങളായിരുന്നു ഏകാദശി അന്ന്. എല്ലാ റോഡുകളും ഫുള്ള് നിറഞ്ഞു നിൽക്കായിരുന്നു. ഏകാദശി അന്ന് ഇതേപോലെ തന്നെ ആദ്യം നടന്നിരുന്ന സ്റ്റേജിൽ നല്ല നൃത്തങ്ങൾ അവതരിപ്പിച്ചിരുന്നു പല പല ടീമുകൾ. കാരണം ഇത് തുടങ്ങിയ നാൾ മുതൽ ഇത് സ്റ്റേജിന് ഒഴിവില്ല. വ്യത്യസ്ത പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. അത് ഒരുപാട് സ്ഥലത്തു നിന്നുള്ളവരൊക്കെ ഇത് പരിപാടി അവതരിപ്പിച്ചു. എന്തായാലും അടുത്ത വർഷവും ഓരോരുത്തർക്കും നേരിട്ട് കാണാനും ആസ്വദിക്കാനും കഴിയട്ടെ. ഏകാദശി വലിയൊരു ഐതിഹ്യം കൂടിയാണ്. നോൻപ് നോട്ടിട്ടൊക്കെ വരുന്നവരുണ്ട് ഒരുപാട് പേര്. ഏകാദശി കാണാനായിട്ട് ഞങ്ങൾ 3 പേരാണ് പോയത്. അച്ഛൻ, രശ്മി, ഞാനും. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു പർച്ചേസുകളൊക്കെ നടത്തി തിരക്കൊഴിഞ്ഞപ്പോൾ അങ്ങനെ ഏകാദശി പൂർണ്ണമായി കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ മടങ്ങാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.